Jayamada Public School, Marriott, where excellence meets values. സുരക്ഷിതമല്ലാത്ത അംഗൻവാടി കെട്ടിടത്തിൽ കുരുന്നുകൾ. പുതിയ കെട്ടിടം ഇടവഴിയിലായിട്ട് 6 മാസം. കാന്തല്ലൂർ പഞ്ചായത്ത് കാരിയൂർ ഗ്രാമത്തിലെ അംഗൻവാടിയാണ് കാലപ്പഴക്കം മൂലം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നത്. 30 വർഷത്തിലധികമായി ഈ കെട്ടിടം നിർമ്മിച്ചിട്ട്. ഗ്രാമീണക്കാരുടെ നിരന്തരമായ അപേക്ഷയ്ക്കൊടുവിൽ സമീപത്തായി 15 ലക്ഷം രൂപ മുതൽ മുടക്കി പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഫണ്ട് തികഞ്ഞില്ല എന്നറിയിച്ച് നിർമ്മാണ പ്രവർത്തനം ഇടവഴിക്ക് നിർത്തിവെക്കുകയായിരുന്നു. നിലവിലെ ഈ പഴയ കെട്ടിടത്തിൽ ചെറു ചാറ്റൽ മഴ പെയ്താൽ പോലും വെള്ളം അകത്തു കയറും. ഇങ്ങനെ വെള്ളം കയറുമ്പോൾ പാത്രം വെച്ച് വെള്ളം പിടിച്ച് പുറത്തു കളയുകയാണ് പതിവെന്ന് അധ്യാപക പറയുന്നു. ആയ ബാലവാടിയാണ് അന്ന് 35,000 രൂപയ്ക്ക് എങ്ങാണ്ട് ചെയ്തതാണ്. ICDS ഓഫീസിൽ നിന്ന് തന്ന ഫണ്ട് ഉപയോഗിച്ച്. പിന്നീട് വേറൊരു ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് സൗകര്യമില്ല. കഴിഞ്ഞ വർഷമൊക്കെ 8 പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഈ ജൂൺ ആയപ്പോൾ പിള്ളേരെ എല്ലാം സൗകര്യമില്ലാത്തതുകൊണ്ട് മറ്റു സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഇപ്പം 3 പിള്ളേരെ ഞങ്ങൾക്കുള്ളൂ. ഇവിടുത്തെ ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ ഗർഭിണി, പാലൂട്ടുന്ന അമ്മ, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾ, ഇവരൊക്കെയാണ് ഇവിടുത്തെ ബെനിഫിഷ്യറി. അങ്ങനെ 30 കുട്ടികളോളം ഉണ്ട്. എല്ലാം കൂടി 4-5-6 ഗർഭിണികളുണ്ട്. ഒരു പാലൂട്ടുന്ന അമ്മയുണ്ട്. അപ്പോൾ അവർ ഈ മീറ്റിങ്ങൊക്കെ കൂടുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യക്കുറവാണ്, ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ അഡോൾസൻ ഗേൾസ്, കൗമാരക്കുട്ടികളുണ്ട്, അത് 10-15 പിള്ളേരുണ്ട്. അപ്പം മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും വന്നിരിക്കാനും അവർക്കൊക്കെ ഫുഡും കൊടുക്കുന്നുണ്ട്. മഴക്കാലങ്ങളിൽ എന്നാന്ന് വെച്ചാൽ ഈ കാറ്റടിച്ച് മഴ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കതകിൻ്റെ ഇടയിൽ കൂടി വെള്ളം വന്ന് അങ്ങ് മെത്ത വരെ നനയും സൈഡിലേക്ക്. ഞങ്ങൾ ചാക്കൊക്കെ ഇട്ട് തുടച്ച് ചെയ്താൽ പിന്നെ പിള്ളേർ കിടന്നുറങ്ങുവാണെങ്കിൽ പിള്ളേർക്ക് അതിൻ്റെ കാറ്റടിച്ച് കഴിയുമ്പോൾ ജലദോഷമൊക്കെ വരുന്നു. അതുകൊണ്ടാണ് ബാലവാടി ഞാനിപ്പോൾ വന്നതിന് ശേഷം പഞ്ചായത്തിൽ നിന്ന് തന്നതാണ്. ഇനി അവർ ഫില്ലോവർ വെച്ച് ബാക്കി പൂർത്തിയാക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഊരുകാരും കൊണ്ട് പരാതി കൊടുത്തു പഞ്ചായത്തിൽ. ഞങ്ങൾ നേരിട്ട് പ്രസിഡന്റിനോട് പറഞ്ഞു ഉടനെ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. മെമ്പറും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഫില്ലോവറിന് പൈസ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപയുടെ കെട്ടിടം, എന്നിട്ട് അത് പൂർത്തിയായില്ല. ഇനി ഫില്ലോവർ വെച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത്. 30ഓളം വിദ്യാർത്ഥികളും മുലയൂട്ടുന്ന അമ്മമാരും കൗമാരക്കാരും ആശ്രയിക്കുന്നത് ഇടുങ്ങിയ ഈ പഴയ അംഗൻവാടി കെട്ടിടത്തെയാണ്. ICDS-ൽ നിന്നും വർഷം തോറും ഇൻസ്പെക്ഷനായി എത്തുമ്പോൾ ഫിറ്റ്നസ് ഇല്ല എന്നറിയിച്ച് കുട്ടികളെ മാറ്റാൻ നിർദ്ദേശം നൽകും. എന്നാൽ ഇത് വർഷം തോറും തുടരുന്നുണ്ടെങ്കിലും നടപടി എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ സമീപത്തായി 15 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച പുതിയ അംഗൻവാടി കെട്ടിടം ഭാഗികമായി നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഴയ കെട്ടിടത്തിലെ അപകട സാധ്യത കണക്കിലെടുത്ത് പുതിയ കെട്ടിടത്തിലെ അവശേഷിക്കുന്ന പണി എത്രയും വേഗം പൂർത്തീകരിച്ച് അംഗൻവാടി പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഗ്രാമീണക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. അവിടെ സുരക്ഷിതമല്ല. ഒരു കാറ്റോ മഴയോ പെയ്തു കഴിഞ്ഞാൽ സുരക്ഷിതമല്ല പിള്ളേർക്ക്. അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ആക്കി തരണം. ഒരു പോസ്റ്റർ ഉണ്ട് അവിടെ. പിന്നെ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് കാറ്റും മഴയും വന്നാൽ മരം വില ഒടിഞ്ഞു വീണ പിള്ളേരുടെ ഭാവിക്ക് എന്തെങ്കിലും ആകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അംഗൻവാടി എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തു തരണമെന്ന് പഞ്ചായത്തിനോട് താഴ്മയായി അപേക്ഷിക്കുന്നു.